പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് ഈ ഒരു 2025-ലും നമ്മളെ സംബന്ധിച്ച് ഒരു അവഗണനയാണ്. സ്പോർട്സ് തലത്തിലും എല്ലാ തലത്തിലും നമ്മുടെ ജില്ല ഉയർന്നു വരികയാണ് ഓരോ തലത്തിലും. പക്ഷേ നമ്മൾ ഇതിലൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് ഇപ്പോഴും നമുക്ക് അവഗണനയാണെന്നുള്ളൊരു ലെവൽ ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന്. ഞാനിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയുടെ ക്രിക്കറ്റിൻ്റെ ആസ്ഥാനമെന്ന് പറയാം. പെരിന്തൽമണ്ണയിലെ KCAയുടെ കീഴിലുള്ള MDCയുടെ കീഴിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ ആണ്. സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മുടെ സ്കൂൾ കായികമേളയിൽ, തിരുവനന്തപുരത്ത് നടക്കുന്ന സ്കൂൾ കായികമേളയിൽ ക്രിക്കറ്റ് മലപ്പുറം ജില്ലാ ടീം ഇവിടെ നിന്ന് പരിശീലനം കഴിഞ്ഞ് പുറപ്പെടണം. ഇതിലൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഉപജില്ലാ തലത്തിൽ മത്സരമെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഇന്നലെ രാത്രി, കഴിഞ്ഞ ദിവസം രാത്രിയാണ് അറിയിപ്പ് കിട്ടുന്നത്, ഇന്ന് അവർ പുറപ്പെടണം. ആരാണ് ടീം മാനേജർ, ആരാണ് അവരെ കൊണ്ടുപോകേണ്ടത്, അവരെങ്ങനെയാണ് കളിക്കേണ്ടത്. ഒരു ജില്ലയിൽ പല ഭാഗത്തു നിന്ന് വരുന്ന കുട്ടികളാണ്, 16 അംഗ ടീമാണ്. ഈ ടീമിൽ കുട്ടികൾ എങ്ങനെ കളിക്കണം, ഇവരാര് നിയന്ത്രിക്കും, ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല, ഒരു നിർദ്ദേശമില്ല. ഇന്ന് ഏകദേശം DDയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നറിയുന്നു. അതായത് ഒരു മാഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മലപ്പുറത്തിൻ്റെ അങ്ങേയറ്റത്ത് നിലമ്പൂരിൻ്റെ അടുത്ത് പൂക്കോട്ടുപാടത്തുള്ള ഒരു മാഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ചുമതലക്കാരനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 16 അംഗ ടീമിലെ കുട്ടികൾ അവർ ഭാവിയിൽ ലോകമറിയുന്ന ക്രിക്കറ്റ് താരങ്ങളാവേണ്ട ആളുകളുണ്ടാവും. അവരൊക്കെ നിലമ്പൂരിൽ നിന്ന് ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നമ്മോടൊപ്പം ഈ കുട്ടികളുടെ രക്ഷിതാക്കളിൽ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോട്ടയ്ക്കൽ രാജാ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് ബാബുവാണ്. അദ്ദേഹത്തോട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഇവർ നേരിടുന്ന ഈ അവഗണനയെക്കുറിച്ച് ഒന്ന് ചോദിക്കാം. മലപ്പുറം ജില്ലയോട് പണ്ടേ ഓരോ കാര്യങ്ങളിലും അവഗണനയുണ്ട് എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നവരോട് പോലും പറയാം, വസ്തുതയാണ്, എല്ലാ കാര്യങ്ങളിലും അവഗണനയുണ്ടെന്ന് പറയാം. പ്രത്യേകിച്ച് കുട്ടികൾ, വളർന്നു വരേണ്ട കുട്ടികളാണ്. ഇവരുടെ അടുത്ത് ആകാശത്തേക്ക് പറത്തി വിട്ടിട്ട് 4 കാലിലേക്ക് താഴേക്ക് വന്ന് വീഴ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അധികൃതർ ചെയ്യുന്നത്. ഈ ക്രിക്കറ്റിൽ വലിയ വാഗ്ദാനങ്ങളാണ്. ഇപ്പോൾ അവരുടെ കളി മികവൊക്കെ കണ്ടാൽ അറിയാം, അവർക്ക് നല്ല പ്രതിഭകളാണ്. എന്തുകൊണ്ടാണ് ഈ മലപ്പുറം ജില്ലയിലെ കുട്ടികളോട് ഇങ്ങനെ ഒരു അവഗണന കാണിക്കുന്നത്? രക്ഷിതാവെന്ന നിലക്ക്, എവിടെ സ്വദേശം? പേര് ബാബു അല്ലേ, ഒന്ന് പറയാമോ? എൻ്റെ പേര് ബാബു, ഞാൻ കോട്ടക്കൽ ആണ് സ്വദേശം. എൻ്റെ മകൻ രാജാസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അവന് ഇവിടെ MDCയിലൊക്കെ ഉണ്ട്, ക്യാമ്പിലൊക്കെ പങ്കെടുത്ത ആളാണ്. MDCക്ക് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി കളിച്ചിരുന്നു. MDCയിൽ ഇപ്പം +2 പഠിക്കുകയാണ്. ഇപ്പോൾ സെലക്ഷൻ കിട്ടി, സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം ജൂനിയറിൽ കളിച്ചായിരുന്നു. അങ്ങനെ മലപ്പുറം ജില്ലേനെ പ്രതിനിധീകരിച്ച് കളിച്ച് ജൂനിയറിൽ 3rd പൊസിഷനിൽ നമ്മുടെ ജില്ല എത്തി. സീനിയറിലും നമ്മളെ ജില്ല 3rd പൊസിഷനിൽ എത്തിയതാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ അത്രയും കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ ജില്ലയിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ സാറ് ചോദിച്ച പോലെ തന്നെ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയ്ക്ക് ഒരു അവഗണന എന്നുള്ളത് വളരെ കാലം നമ്മൾ ചെറുപ്പത്തിലെ മുതൽ ഒരു അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ സ്പോർട്സുമായിട്ട് എത്രയോ നിലവാരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളെ ജില്ലാ നേതൃത്വം, ഇനി ആരാണ് അതിൻ്റെ അതോറിറ്റി ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾക്ക് ഈ ഒരു 2025-ലും നമ്മളെ സംബന്ധിച്ച് ഒരു അവഗണനയാണ്. സ്പോർട്സ് തലത്തിലും എല്ലാ തലത്തിലും നമ്മുടെ ജില്ല ഉയർന്നു വരികയാണ് ഓരോ തലത്തിലും. പക്ഷേ നമ്മൾ ഇതിലൊക്കെ ഇറങ്ങി വരുമ്പോഴാണ് ഇപ്പോഴും നമുക്ക് അവഗണനയാണെന്നുള്ളൊരു ലെവൽ ഇപ്പോഴും കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ ഇറങ്ങുമ്പോഴാണല്ലോ അറിയണത്. അതെ, കുട്ടികളൊക്കെ മിടുക്കന്മാരും മിടുക്കികളുമാണ്. കായിക രംഗത്ത്, കലാരംഗത്തൊക്കെ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ മിടുക്കന്മാരും മിടുക്കികളാണ്. അപ്പോൾ അവർ വളരരുതെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമോ ഇങ്ങനെ? ഇല്ല, അതുകൊണ്ട് ആവണമെന്നില്ല. പക്ഷേ എന്താ അറിയില്ല, നമ്മളെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു തന്നെ ഇതിൽ ഉണ്ടോയെന്ന് അറിയില്ല. നിസ്സംഗത തന്നെയാണ് ഇതിന് പറയാം. പിന്നെ ഞാൻ അന്വേഷിച്ചു, ബാക്കിയുള്ള 13 ജില്ലകളിലും ഈ ഒരു സ്പോർട്സ് ലെവലിലോ ഒരു കുഴപ്പമില്ല. കോഴിക്കോട് ജില്ലയൊക്കെ കുറച്ച് പിന്നോക്കം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇതിൽ അപേക്ഷിച്ച് കോഴിക്കോട് എത്രയോ ബെറ്ററായി. പക്ഷേ ഇപ്പോഴും നമ്മളെ ജില്ലയിൽ മാത്രമേ ഈ ഒരു സംഭവം ഉള്ളൂ. അതും ഞങ്ങൾ രാവിലെ മുതൽ രക്ഷിതാക്കൾ അന്വേഷിച്ചു, എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലുള്ള ക്രിക്കറ്റ് ഈ അതോറിറ്റി DD ഇങ്ങനെ ഒരു ലെവലിൽ എത്തിയതെന്ന് ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഞങ്ങൾ വേറെ ജില്ലക്കാരോട് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒന്നും ഈ ഒരു പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇവർ കായിക അധ്യാപകന്മാരുടെ ഒരു സ്ട്രൈക്ക് ഉണ്ട് ഓൾറെഡി. പക്ഷേ എന്നാലും അവർ സ്ട്രൈക്കാണെങ്കിൽ ശരി, നമ്മളെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള കുട്ടികളല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി ഇനി ഏത് സ്ട്രൈക്കിനും അവഗണിച്ചുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ഒരു ലാസ്റ്റ് ചാൻസാണ് ഇത്. സ്കൂൾ ലെവലിൽ +2 എത്തി എൻ്റെ മകനൊക്കെ, അങ്ങനെ കുറേ കുട്ടികൾ. അപ്പോൾ അവർ ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇത്രയും സ്കൂളിൽ നിന്ന്, സബ് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്ത് കളിച്ച് MDCൻ്റെ സെലക്ഷൻ കമ്മിറ്റി സെലക്ട് ചെയ്ത 16 അംഗ ടീമാണ്. പക്ഷേ അപ്പോൾ അത്രയും കഴിവുണ്ടായിട്ടാണല്ലോ അവർ എത്തിച്ചേർന്നത്. അപ്പോൾ അവർക്ക് പോകാനുള്ളൊരു സൗകര്യം, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് കളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളെ DD ജില്ലാ
നേതൃത്വമാണ്. പക്ഷേ ഇതുവരെയ്ക്കും അതിനുള്ള ഒരു സംവിധാനം വരെ ഒരുക്കിയെന്നല്ലാതെ ഞങ്ങൾ രക്ഷിതാക്കളൊക്കെ വളരെ ആശങ്കയിലായിരുന്നു. ഞങ്ങളെ മക്കൾ ഇനി ഞങ്ങൾ പോയിട്ട് കാര്യമുണ്ടോ, ഞങ്ങൾക്ക് അതിനവിടെ ചെന്ന് ഒഫീഷ്യൽസ് ഇല്ല, ഞങ്ങൾക്ക് എങ്ങനെ പങ്കെടുക്കാം. അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്തു, നിങ്ങൾ എന്തായാലും പോകണം, അവിടെ തിരുവനന്തപുരത്തും പോയിട്ട് അവിടെ നിൽക്കണം, റിപ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ പോകുന്നുള്ള ഉറപ്പ് ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങൾ കൊടുത്തു. ആ ഒരു ലെവലിലാണ്. അപ്പോൾ അത്രയും സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യം. തീർച്ചയായും കുട്ടികൾ കളിച്ച് അവർ വളരണം. ക്രിക്കറ്റ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, അതായത് മനസ്സിൽ കൊണ്ടു കിടക്കുന്നതാണ്. നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വേറൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളെന്നല്ല, അവർക്ക് ചെറുതെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം വേദനിക്കുന്ന ആളുകൾ. അതുപോലെ ക്രിക്കറ്റിൽ വലിയ പ്രതിഭകളാവുന്ന കുട്ടികളൊക്കെ മലപ്പുറം ജില്ലയിലുണ്ട്. പക്ഷെ അവർക്ക് ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഈ നമ്മുടെ കായിക മന്ത്രിയുടെ നാട് ഇവിടെയാണ്, മലപ്പുറത്തുകാരനാണ് നമ്മുടെ കായിക മന്ത്രി. എന്നിട്ടാണ് ഈ മലപ്പുറത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ, സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ ക്രിക്കറ്റ് കളിക്കാൻ ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിനിൽ ഇടിച്ചു കയറി പോകേണ്ട ഒരു അവസ്ഥ വരുന്നത്. അതൊരു നമ്മുടെയൊക്കെ നിസ്സഹായാവസ്ഥയാണോ? അത് ഇവർ പറയണമെന്ന് വെച്ചാൽ സ്പോർട്സ് കൗൺസിലായിട്ട് ഞങ്ങൾ രാവിലെ ബന്ധപ്പെട്ടു. അപ്പോൾ ഇവർ വേറെ കാറ്റഗറി തിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സ്പോർട്സ് കൗൺസിൽ ആയിട്ട് ഒരു ബന്ധമില്ല. ഇപ്പം ഞങ്ങൾ അതിൻ്റെ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സ്പോർട്സ് കൗൺസിലായിട്ട് ഒരു ബന്ധമില്ല, ഇത് പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഗെയിംസും അതുപോലെ തന്നെ സ്പോർട്സും നടത്തേണ്ടത് എന്നുള്ള റിപ്പോർട്ടാണ്. എന്തായാലും എല്ലാം ഒരു സ്പോർട്സിൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ ഏത് ലെവലിലും നമ്മളെ ജില്ലേനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇനി പല ഭാഗത്തുനിന്നും ഇടപെടലുകൾ നടത്തി കഴിഞ്ഞാൽ നമ്മളെ ഭാവിയിൽ നമുക്കൊരു കുട്ടികളെ ഈ ക്രിക്കറ്റ് ലോകത്തേക്ക് കൈപിടിച്ച് ഉയർത്താനുള്ളൊരു അവസരമാണല്ലോ. അത് ഇതോടുകൂടി നഷ്ടപ്പെടുമെന്നുള്ളൊരു ആശങ്കയാണ് ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്ക്. പക്ഷേ എന്തായാലും വൈകിയാണെങ്കിലും ശരി, ഒരു റിപ്പോർട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് വന്നു, കുട്ടികൾ പോകേണ്ടത് ശേഷമാണ് ഇപ്പം തീരുമാനമെത്തി. അതെ, പൂക്കോട്ടുംപാട സ്കൂളിലെ ഒരു നിതിൻ സാർ എന്ന് പറഞ്ഞ ഒരു മാഷ് ഇതിൻ്റെ ഇൻചാർജ് ഏറ്റെടുത്തു. സാറ് വിളിച്ചിരുന്നു, ഞങ്ങളെ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ഞാനാണ് ഇതിൻ്റെ ചാർജ്, എനിക്കിപ്പോഴാണ് റിപ്പോർട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുപോകാൻ സന്നദ്ധനാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽക്കുമെന്ന് പറഞ്ഞു. ഇന്ന് പിന്നെ വൈകുന്നേരം 8 മണിക്കുള്ള രാജറാണിയിൽ പിന്നെ നിലമ്പൂരിൽ നിന്ന് ഇന്ന് ദീപാവലിയായിട്ട് നല്ല തിരക്കായിരിക്കും. അവർ ഇപ്പൊ പോയാൽ പോലും ആ ട്രെയിൻ വരുമ്പോൾ ഇടിച്ചു കയറേണ്ടി വരും. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കുട്ടികൾ പോകേണ്ടതും കളിക്കേണ്ടതും വളരേണ്ടതും. തീർച്ചയായിട്ടും നമ്മളെ ജില്ലേനെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ജൂനിയറിലും തേർഡ് പൊസിഷനിലെത്തി. ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അതേമാതിരി സീനിയറിലും 3rd പൊസിഷനിലെത്തി. 3ാം സ്ഥാനം നമ്മളെ ഈ 14 ജില്ലയിൽ നിന്ന് 3ാം സ്ഥാനം നേടിയ ജില്ലയാണ് നമ്മളെ മലപ്പുറം. ഇപ്പം ഞങ്ങൾ അതിന് ശേഷം ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യമൊക്കെ വളരെ കുറ്റമറ്റതാക്കും ഓരോ കാര്യങ്ങളും എന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അത്രയും ഇതിൽ ഈ പിന്നെ സ്പോർട്സിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റിയ ഒരു ഇതാണ്. ഒളിമ്പിക്സ് രീതിയിലുള്ള സ്പോർട്സാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മിനിസ്ട്രിയൊക്കെ പിന്നെ സംസ്ഥാന സർക്കാർ നടത്തിയത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ നമ്മൾ 3ാം സ്ഥാനം നേടിയ ജില്ലയ്ക്ക് നമ്മൾ അതിനേറെ നമ്മളെ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു രീതിയിൽ എത്തിക്കും എന്നുള്ളൊരു ശുഭാപ്തി പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ന് ആകെ അവതാളത്തിലായൊരു സ്ഥിതിയാണ്. ഞങ്ങൾ ആശങ്കകളിലായിരുന്നു ഇതുവരെയും. ഇപ്പോൾ ഏതായാലും ഞങ്ങളെ ഒരു ആശങ്കകൾ പോയി. ഇപ്പം നിങ്ങളുടെ പ്രതീക്ഷ അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ. സംസ്ഥാന സ്കൂൾ കായികമേള നാളെ, അതായത് ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കുകയാണ്. ഇത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്ന 14 ജില്ലയിലുള്ള കുട്ടികളിൽ 13 ജില്ലയിലെ കുട്ടികളും വളരെ ഭംഗിയായിട്ട് പോകുമ്പോൾ മലപ്പുറം ജില്ലയിലെ കുട്ടികൾ മാത്രം പല സ്ഥലത്തു നിന്ന് അവർ വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്കാണ് അവരെ ആരാണ് കൊണ്ടുപോകുന്നതെന്നുള്ള കാര്യം പോലും അറിയുന്നത്. ഇപ്പോൾ ഇനി അവർ വൈകിട്ട് പോകണം. അതായത് ഇവിടെ നിന്ന് അവർ നിലമ്പൂർക്ക് പോകണം. അങ്ങാടിപ്പുറത്ത് നിന്ന് ട്രെയിനിൽ കയറിയോ മറ്റോ നിലമ്പൂരെത്തണം. നിലമ്പൂർ എത്തിയിട്ട് രാത്രിയിൽ വരുന്ന രാജ്യറാണി എക്സ്പ്രസ് അവിടെ നിന്ന് എടുക്കുന്നത് നോക്കി നിൽക്കണം. കാരണം ഇനി ബുക്കിങ്ങൊന്നും നടക്കില്ല. അപ്പോൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ വേണം അവർക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ. ഭാവി താരങ്ങളായി മാറേണ്ട, ലോകമറിയുന്ന താരങ്ങളായി മാറേണ്ട കുട്ടികൾ, അവരൊക്കെ ഭാവിയിൽ എന്താകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് വിഘ്നേഷ് ഒക്കെ ഇവിടെ നിന്ന് വളർന്ന് മുംബൈ ഇന്ത്യൻസ് താരമായതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെയുള്ള കുട്ടികളോട് ഇങ്ങനെ അവഗണന ഉണ്ടെങ്കിൽ, രക്ഷിതാക്കൾ ആശങ്ക അറിയിക്കുന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികൃതർ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇത്തരം അലംഭാവവും ഇത്തരം മെല്ലെപ്പോക്കൊന്നും ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷ അവർക്കുണ്ട്. ആ പ്രതീക്ഷ അവരോടൊപ്പം നിൽക്കാനെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്കും ഓർമ്മിപ്പിക്കാനുള്ളത്. ക്യാമറമാൻ ബുജേർ സാദിഖിനൊപ്പം ജബ്ബാർ വേണാട്ട്, ചാനൽ 10, പെരിന്തൽമണ്ണ.
ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ 40% വരെ ഓഫർ. സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും. പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ. എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 0% ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, പൊന്നാനി, നിലമ്പൂർ.